ഇതിപ്പോ നമ്മളന്ന് പല ആവർത്തി ഡിസ്കസ് ചെയ്ത ഒരു കാര്യത്തിന്റെ ഒരു പരിസമാപ്തിയാതെയാണ് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഈ കമ്പനിയുടെ പ്രവർത്തനം ദുരൂഹമായിരുന്നെന്നും നിരവധി കാര്യങ്ങളിൽ ദുരൂഹത അടക്കമുണ്ട്. പണം കൈകാര്യം ചെയ്തതിലും പണം നൽകിയതിലും ലാഭം കാണിച്ചതിലും നഷ്ടം കാണിച്ചതിലും ഒക്കെ വലിയ ദുരൂഹതയുണ്ടെന്നും ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നും കൂടുതൽ അന്വേഷണങ്ങളോട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നാലും ആ നിലയിലേക്ക് അല്ലെങ്കിൽ ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അനുമാനിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം കമ്പനി കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ പ്രവർത്തനം, അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് എന്തെങ്കിലും പരാതി റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തുകയോ ചെയ്താൽ ആദ്യഘട്ടത്തിൽ കമ്പനിയോടോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടോ വിശദീകരണം തേടുകയും ആ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അതല്ലെങ്കിൽ വിശദീകരണത്തിൽ പൊരുത്തക്കേടും വിശദീകരണത്തിൽ തന്നെ പ്രഥമദൃഷ്ട്യ നിയമ വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ ഇതുപോലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയാം, പ്രാഥമികമായി ക്രമക്കേടുകൾ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലാത്ത പശ്ചാത്തലത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഏജൻസികൾ കടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിന്റെ വിവരങ്ങൾ വരുന്ന മുറയ്ക്കാണ് നമുക്ക് കൂടുതൽ പ്രതികരിക്കാൻ കഴിയുക.